ഹായ് ഹലോ കുട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ചാലക്കുടിയിലാട്ടോ ഉള്ളത്. മോൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. മോൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചൂടായതുകൊണ്ട് ഫാനൊന്നും ഓഫ് ചെയ്യാനേ പറ്റില്ല കേട്ടോ. ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാവും. പക്ഷെ കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം വോയിസ് ഭയങ്കരമായിട്ട് പതർച്ചയാവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഓഫ് ചെയ്യാണ്ട് എടുക്കാനും പറ്റുകയില്ല. പക്ഷെ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഞങ്ങൾ വന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വന്നിട്ട് അന്ന് ഭയങ്കര മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയൊന്നും അങ്ങനെ ഇന്നലെ രാത്രിക്കൊക്കെ പെയ്തു കേട്ടോ. ഞായറാഴ്ച തിങ്കളാഴ്ച രാത്രിക്കുമൊക്കെ പെയ്തായിരുന്നു. രാത്രിക്ക് പെയ്ത പിന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ മനസ്സിലായി രാത്രിക്ക് മഴ പെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ടിക്ക് എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ഗംഗണിക്കുട്ടി അഡ്മിറ്റായ കാര്യമൊക്കെ കുറേ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് അവളവിടെ അഡ്മിറ്റായി ഒരു കയറി ഇറങ്ങിയായിട്ട് ICUയിൽ അന്നേരം തന്നെ അഡ്മിറ്റ് ചെയ്തെങ്കിലും 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ അവിടുന്ന് മാറ്റിയത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്മിറ്റ് ICUയിലേക്കാക്കി. അങ്ങനെ കുറേ പ്രാവശ്യം ആക്കി കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യമായി. പിന്നെ ഒരു പ്രാവശ്യം അത്രയും സീരിയസ് ആയി പോയി. അന്നേരം അവർ സത്യം പറഞ്ഞവർക്ക് ഒരുപാടൊന്നും ടെസ്റ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നാണ് A to Z എല്ലാം ചെയ്യുന്നത്. അപ്പം അവർക്ക് സംശയം തോന്നിയതും നമ്മളോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതും എല്ലാം വെച്ചിട്ട് അവർ ഒരുപാട് ടെസ്റ്റ് ചെയ്തു കേട്ടോ. ചെയ്ത ടെസ്റ്റിൻ്റെ ഒന്നും കണക്കില്ല. മറ്റേ ബോൺമാരോ അടക്കം ചെയ്തു, മയക്കിയിട്ടും അങ്ങനെയെല്ലാമാണ് ചെയ്യുന്നത്. സർജറി ചെറിയൊരു ഇത് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമ്മൾ പൈസയും മുടക്കി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം എല്ലാ ടെസ്റ്റും അവർ ചെയ്തു. സത്യം പറഞ്ഞാൽ മോളെ അങ്ങനെ പ്രതികരിക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഇങ്ങനെ പഠിക്കാനായിട്ടൊക്കെ വന്ന് കുത്തുകയും നോക്കുകയും പറക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെയാണ് ഞാൻ അങ്ങനെ, എനിക്ക് സത്യം പറയാം, അന്നാണ് ഞാൻ അത്രയും നാളവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഹോസ്പിറ്റലിനെ പറ്റി തന്നെ ഞാൻ എല്ലാം പഠിച്ചു. മോളെപ്പറ്റിയും എല്ലാ കുട്ടികളെപ്പറ്റിയും എല്ലാം ഇങ്ങനെ അറിയുന്നപ്പോൾ കുറേ എല്ലാം എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. കാരണം മക്കളെ നമ്മൾ ആദ്യമായിട്ടുണ്ടാകുന്നൊരു മോളാണ്. മോനുണ്ടായെങ്കിലും അവന് കുഴപ്പമൊന്നുമില്ല. അവനെ കൊണ്ടൊരു ഹോസ്പിറ്റലിൽ പോലും ഞാൻ അങ്ങനെ കയറിയിട്ടില്ല കേട്ടോ. പക്ഷെ മോളെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ ഹോസ്പിറ്റലിൽ. പക്ഷേ ഇവളുണ്ടായ സമയത്തൊന്നും ഇവൾക്കും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഡോക്ടർമാരൊന്നും അങ്ങനെ അധികം ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു, ചെയ്തിട്ടുമില്ലായിരുന്നു. പക്ഷേ പ്രാവശ്യം ചെയ്യാനുള്ള എല്ലാ ടെസ്റ്റും, ജെനറ്റിക് ടെസ്റ്റും എല്ലാ ടെസ്റ്റും ചെയ്തു. പക്ഷേ ടെസ്റ്റിലൊന്നും അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ മെറ്റബോളിക് ഡിസോർഡർ എന്ന് പറഞ്ഞു, അത് തെളിയിക്കാനുള്ള ടെസ്റ്റ് ചെയ്തു. അതിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആൾപ്പാടെ അവർക്ക് തന്നെ ഒരു ഇതായി. അപ്പം ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേന് ഇടയ്ക്ക് അവൾ അത്രയും സീരിയസ് ആയി പോയി. ലാസ്റ്റ് ഈ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ, ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അതും ആരും വലിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. വലിക്കുന്ന മാതിരി എൻ്റെ മോള് കിടന്ന് വലിക്കുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത്രയും നമുക്കവർ ബ്രെയിൻ വാഷ് തന്ന് നമ്മളെ ആ ഒരു സ്റ്റേജിലാക്കി കൊണ്ടുപോകും. അപ്പം ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, മോള് ഇങ്ങനെ കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പ് അവർ പറഞ്ഞു. ആ ഒരു സ്റ്റേജിൽ തന്നെ ആയിരുന്നു നമ്മൾ ധന്വന്തരി ക്ഷേത്രത്തിൽ അവിടെ മോളെ പറ്റിയപ്പം ഇങ്ങനെ നമ്മൾ നോക്കിച്ചപ്പോൾ അവരും പറഞ്ഞു, ഒന്ന് നോക്കണ്ട, നിങ്ങൾ പോയി എന്ന് പറഞ്ഞു. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, അവിടെ പോയിട്ടൊരു വഴിപാട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വഴിപാട് ചെയ്ത് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ ആ വഴിപാട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് മോള് കിടന്നിരുന്ന ഇതിൻ്റെ പില്ലോടെ അടിയിൽ കൊണ്ടുവച്ച് കേട്ടോ. അപ്പം ഡോക്ടർമാരും അങ്ങനെ പറഞ്ഞായിരുന്നു. അന്ന് തലേ ദിവസം ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഒന്നും ചെയ്യാനില്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾ ചെയ്ത്, നമുക്കൊന്നും ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് സ്റ്റേജിൽ കൊടുക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് അവർ പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ നമുക്ക് പിന്നെ വേറൊന്നും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ ഒരു ആൻറ്റി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ്, തിരുവല്ലയിലൊരു ജ്യോതിഷനുണ്ട്, നമുക്ക് അവിടെ നിന്ന് നോക്കിക്കും, മോൾ എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ അനിയൻ അവിടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലല്ല, തിരുവല്ലയിലുണ്ടായിരുന്നു. അതേ ടൈമിൽ അവൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഓരോരോ കളികളാണ് അതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഇന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. പറ്റത്തില്ല, ഇപ്പം തന്നെ പോകണം, 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട വരത്തില്ല എന്ന് ഞാൻ അന്നേരം പറഞ്ഞു അവനോട്.
ഞാനിപ്പോൾ തന്നെ പോകാമെന്നും പറഞ്ഞ് അവൻ പോയിട്ട് അവിടെ ചെന്നപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയൊന്നും അവർ പറഞ്ഞില്ല. പക്ഷേ ജസ്റ്റ് നിങ്ങളൊന്ന് പോയി ഇന്നടത്തൊന്ന് പോയി അമ്പലത്തിലൊന്ന് പോയി ഒരു വഴിപാട് ചെയ്യാൻ മാത്രം പറഞ്ഞു. അത് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്കാൻ പറഞ്ഞു. പക്ഷേ മോൾക്കത് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഇത് ചെയ്ത് വൈകുന്നേരം തന്നെ അത് കൊണ്ടുവച്ചു. രാവിലെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് എന്നും രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കും. ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. രാവിലെ എണീറ്റ് അമ്പലത്തിൽ അവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. അവിടെയും ഞാൻ മുരുകൻ്റെ അമ്പലമായിരുന്നു അവിടെയും പോയിട്ട് തിരിച്ച് വന്ന് രാവിലെ കയറി ICU 7 മണിക്കായിരുന്നു മോളെ കാണാൻ പറ്റുന്നത്. അപ്പോൾ കയറി ഞാൻ കണ്ടപ്പോൾ അവൾ നോർമലി തലേദിവസം കണ്ട ഒരു ബുദ്ധിമുട്ടും അവൾക്കില്ല. നോർമലി കിടക്കുന്ന പോലെ അവൾ കിടക്കുന്നു. ഓക്സിജൻ ലെവൽ വളരെ ലോ ആക്കി കൊണ്ടുവന്നു. അപ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നോർമലി കിടക്കുന്ന കണ്ടപ്പം തന്നെ എനിക്ക് സന്തോഷമായി. പിന്നെ അവൾ ആ ഒരു സ്റ്റേജിൽ പോയിട്ടില്ല കേട്ടോ. അവിടെ നിന്നുള്ളക്ക് കുറഞ്ഞു വന്നു. ICU മാറ്റി. വാർഡിൽ കുറേ ദിവസമായപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾ സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ടിലാണ്. ഇനി ആരോടും ചോദിച്ചാൽ കടമെങ്കിലും നമുക്ക് കിട്ടാനൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഞങ്ങളെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്സിജൻ ലെവൽ നമുക്ക് ശരിയായിട്ടില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഓക്സിജൻ സിലിണ്ടർ വാടകയ്ക്ക് എടുത്തിട്ട് അപ്പുറത്തെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൂം വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെയും കുറേ ദിവസം നിന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കി ഞാൻ വേറെ പറയാം. ഇപ്പം തന്നെ 6 മിനിറ്റായി കേട്ടോ. നിങ്ങളെല്ലാവരും അടുത്ത വീഡിയോക്കകത്ത് ഞാൻ ബാക്കി പറയാം. അപ്പം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഉണ്ടാകണം. നമുക്ക് ഇങ്ങനെ അത്രയും സീരിയസ് ആയിട്ട് കിടന്നിട്ട് പ്രാർത്ഥനയുടെ ഒരു ഫലം കൊണ്ട് മാത്രം കിട്ടിയൊരു മോളാണിത്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം നമുക്ക് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയും മോളെ കൊണ്ട് ഒരുപാട് പോകാനുണ്ട്. അതിനെല്ലാം ദൈവം കൂടെ ഉണ്ടെന്ന് ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. താങ്ക് യു. ബൈ.